ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വയനാട് പുൽപ്പള്ളിക്കടുത്ത് കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കാപ്പിസെറ്റ് ചെട്ടിമറ്റം പ്രദേശത്താണ് സംഭവമുണ്ടായത്. ദേവർഗദ്ദ ഉന്നതിയിലെ കൂമനാണ് മരിച്ച. 65 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. കമൽ വിവരങ്ങളുമായി. കമൽ, എപ്പോഴായിരുന്നു സംഭവം? രതീഷ്, ഇന്ന് ഉച്ചയോടെ വിറക് ശേഖരിക്കാനായി വനാതിർത്തിയിൽ പോയതായിരുന്നു ഈ കൂമൻ. അദ്ദേഹം ദേവർഗദ്ദ ഉന്നതിയിലെ ആദിവാസി മൂപ്പനാണ്. സഹോദരിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് പുഴയോരത്ത് നിന്ന് പെട്ടെന്ന് കടുവ ആക്രമിക്കുകയായിരുന്നു. ആളുകൾ ബഹളം വയ്ക്കുമ്പോഴേക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണം സംഭവിച്ചു എന്നുള്ളതാണ് വനംവകുപ്പിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്താണെങ്കിലും ഗുരുതരമായ പരിക്കാണ് ആക്രമണത്തിൽ ഉണ്ടായത്. ഇപ്പോൾ വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം വനംവകുപ്പിന്റെ വാഹനത്തിലാണ് മൃതദേഹം ഉള്ളത്. അവിടെ നാട്ടുകാർ ഈ വാഹനം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കടുവ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം, നഷ്ടപരിഹാരം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിൽപ്പെട്ട വണ്ടിക്കടവ് വനമേഖലയിലാണ് ഈ സംഭവം. ഇവിടെ പുഴയുടെ അക്കരെ കർണാടകയിലെ ബന്ദിപ്പൂർ വനമേഖലയാണ്. എന്തായാലും വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ളവർ ജനങ്ങളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ഗഡുവായി നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകുമെന്ന വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടുവയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനും അതുപോലെ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. അതിനുകൂടി ഒരു പരിഹാരം ഉണ്ടായിട്ടായിരിക്കും മൃതദേഹം മാറ്റാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുക. ഇത് വനമേഖലയിൽ വനത്തിനുള്ളിൽ വെച്ചാണോ ഈ സംഭവം ഉണ്ടായത്? വന അതിർത്തിയാണ്. വനം വകുപ്പ് പറയുന്നത് വനത്തിനുള്ളിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് എന്നാണ്. പക്ഷേ ആളുകൾ പറയുന്നത് ഇത് പുഴയോരത്ത് ആയിരുന്നു, വനത്തിനുള്ളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ വനംവകുപ്പ് ഔദ്യോഗികമായി പറയുന്നത് വനത്തിനകത്ത് വെച്ച് കടുവയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. വലിയ പ്രതിഷേധമുണ്ടോ അവിടെ, കമൽ? വലിയ രീതിയിൽ ആളുകൾ കൂടിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടില്ല. വാഹനം പോകാൻ അനുവദിച്ചിട്ടില്ല. അവരുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്. ഇക്കാര്യത്തിൽ ചില ഉറപ്പുകൾ ലഭിച്ച ശേഷമേ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കൂ എന്നാണ് ജനങ്ങൾ പറയുന്നത്. കാരണം മുമ്പും ആ ഭാഗത്ത് കടുവയെ കണ്ടിരുന്നു, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു എന്നൊക്കെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നിരന്തരമായി കടുവ ഇറങ്ങുന്ന ഒരു മേഖല കൂടിയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ പുഴയുടെ അക്കരെ കർണാടക ബന്ദിപ്പൂർ കടുവ സങ്കേതമാണ്. ഇപ്പുറത്ത് വയനാട്ടിലെ വന്യജീവി സങ്കേതത്തിലെ വനമേഖലയുമാണ്. ഈ പഴശ്ശി രാജാവ് വെടിയേറ്റ് വീണ മാവിലാന്തോടിന് സമീപത്തുള്ള സ്ഥലമാണിത്. കന്നാരം പുഴയുടെ തീരത്ത് തൊട്ടപ്പുറത്ത് പഴശ്ശി പാർക്കും പഴശ്ശി സ്മാരകവും ഒക്കെയുണ്ട്. അതിനടുത്തുള്ള വനമേഖലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലാണ് കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. മൃതദേഹവുമായി വാഹനം പോകാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. കൊല്ലപ്പെട്ട ദേവർഗദ്ദ ഉന്നതിയിലെ ഒരാളാണ്. അദ്ദേഹം അവിടുത്തെ ഈ വനമേഖലയുമായി വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് കമൽ നൽകുന്നവർ. കമൽ, നേരത്തെയും ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? കടുവ ഇറങ്ങുന്ന സംഭവങ്ങൾ മുൻ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് അത്ര സാധാരണമായ കാര്യമല്ല. കഴിഞ്ഞ വർഷങ്ങളിലും കടുവ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ വേട്ടയാടുകയും പലതവണ കടുവയെ ഓടിക്കുകയും പിടികൂടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ്. പക്ഷേ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയാണ് ഈ അതിർത്തി മേഖല. മുള്ളംകൊല്ലി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഇപ്പൊ പ്രധാനമായും കുടിയേറ്റ കർഷകരും ആദിവാസികളും ഒക്കെയാണ് ആ പ്രദേശത്ത് താമസിക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതോടൊപ്പം ഈ വനമേഖലയിൽ നിന്ന് വനവിഭവങ്ങളൊക്കെ ശേഖരിക്കുന്ന ആദിവാസി ഉന്നതികളിൽ ആദിവാസികളുമുണ്ട്. അത്തരത്തിൽ വനത്തിനകത്തേക്കൊക്കെ പോകുന്ന ആളുകളാണ്. പക്ഷേ ഇതെന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. സഹോദരിയും ഒപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പകൽ സമയത്താണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വനംവകുപ്പ് മുന്നറിയിപ്പൊക്കെ പുറത്തിറക്കിയിരുന്നു. കടുവകളുടെ പ്രജനന കാലമായതിനാൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നവർ സൂക്ഷിച്ചു പോകണം എന്നൊക്കെയുള്ള ചില മുന്നറിയിപ്പ്. വയനാട് പുൽപ്പള്ളിക്കടുത്താണ് കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. കാപ്പിസെറ്റ് ചെട്ടിമറ്റം പ്രദേശത്താണ് സംഭവമുണ്ടായത്. ദേവർഗദ്ദ ഉന്നതിയിലെ കൂമൻ, അദ്ദേഹത്തിന് 65 വയസ്സ് ആയിരുന്നു പ്രായം. അദ്ദേഹം മരിച്ചു എന്ന വിവരമാണ് കമൽ നൽകുന്നത്.